എന്താണ് ഈ പൊതു ഞായറാഴ്ച എന്നിതിനെ വിളിക്കുവാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പൊതു ഞായറാഴ്ച, അതായത് പുതിയൊരു ഞായറാഴ്ചയാണ്. അത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച എന്ന അർത്ഥത്തിലാണോ? അങ്ങനെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലുമൊക്കെ കുറേ കൂടി ആഴമായ അർത്ഥം ഈ പൊതു ഞായറാഴ്ച എന്ന ടെർമിനോളജിക്ക് ഉണ്ട്. അതിൻ്റെ കാരണം സൃഷ്ടിയുടെ തുടക്കത്തിൽ 6 ദിവസം സർവശക്തൻ ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമായ ശാബത്ത് ആയിരുന്നു. അതുകൊണ്ട് ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തിലെ പുണ്യദിനം യഥാർത്ഥത്തിൽ ശനിയാഴ്ചയായിരുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധമായ ശാബത്ത് ആയതിനാൽ. കാരണം എന്താണ്? യഹോവ വിശ്രമിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചത് എന്താണ്? യേശു ക്രിസ്തുവിലൂടെ സംഭവിച്ചത് ആദ്യ മനുഷ്യൻ്റെ പാപം, അതിൻ്റെ കണ്ടിന്യൂറ്റി സകല മനുഷ്യരിലും വന്നതുകൊണ്ട് മനുഷ്യൻ നിലംപരിചായിട്ട്, നിലത്തിന് താരതലായിട്ട്, തിരശ്ചീനമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം സൃഷ്ടി മുഴുവനും വീണ് കിടക്കുകയാണ്. The fallen state of the entire creation. ഈ സൃഷ്ടിയുടെ മുഴുവൻ വീണ് കിടക്കുന്ന അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ആദാമിൻ്റെ ആദ്യ ലംഘനം മൂലം ഉണ്ടായത്. ചുരുക്കത്തിൽ മനോഹരമായി സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ട യഹോവ മനോഹരമായി ക്രമീകരിച്ച സൃഷ്ടിയുടെ വ്യവസ്ഥിതിയെ മുഴുവൻ തകിടം മറിച്ച് അതിനെ നേരെ നിൽക്കുവാൻ കഴിയില്ലാതെ നിലംപരിചായിട്ട് കിടക്കുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വർഗമാക്കി, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാക്കി മാറ്റി മനുഷ്യൻ. എന്നാൽ കർത്താവായ യേശു മിശിഹായിലൂടെ നടന്നതെന്താണ്? അവൻ മരണത്തെയും പാപത്തെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. നമ്മൾ സാധാരണ പറയുന്ന വാക്കെന്താണ്? കെംദ, അല്ലേ? കെംദ ഞായറെന്ന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് കെംദ എന്ന വാക്കിൻ്റെ അർത്ഥം? സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളോട് കെംദ അർത്ഥം ചോദിച്ചാൽ നിങ്ങളൊക്കെ എഴുതുന്നത് ഉയർപ്പ് എന്നാണ്. സത്യത്തിൽ കെംദ എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ല. കെംദോ എന്ന സുറിയാനി വാക്ക് കോം എന്ന് പറയുന്ന ഒരു സുറിയാനി ധാതുപദത്തിൽ നിന്നാണ്. കോം എന്ന ധാതുപദത്തിൻ്റെ അർത്ഥം നിൽക്കുക എന്നാണ്. അതേ ധാതുവിൽ നിന്നാണ് കൗമോ, അല്ലെങ്കിൽ നമ്മുടെ കൗമ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. കൗമ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? തീരെ അവശരായിട്ട് നിൽക്കുവാൻ കഴിയാത്ത ആളുകൾ മാത്രമേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് തുടങ്ങുന്ന കൗമാ നമസ്കാരം ചൊല്ലുന്ന നേരത്തെ ഇരിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുമ്പിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കെന്തോ എന്ന വാക്കിൻ്റെ അർത്ഥം നിൽക്കുക. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ടു സ്റ്റാൻഡ് അപ്രൈറ്റ്, നേരെ നിൽക്കുക, നേരെ നിൽക്കുക. അല്ലാതെ ഇംഗ്ലീഷിലെ റിസറക്ഷൻ എന്നോ മലയാളത്തിലെ ഉയർപ്പെന്നോ ഒക്കെ അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. മറിച്ച് വീണ് കിടന്ന മുഴുവൻ സൃഷ്ടിയെയും മനുഷ്യനെയും നിലംപരിചായി കിടന്ന സകല മനുഷ്യജാതിയെയും നേരെ നിൽക്കുവാനായിട്ട്, ടു സ്റ്റാൻഡ് അപ്രൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ നേരെ നിൽക്കുവാനായിട്ട്, തല ഉയർത്തി നിൽക്കുവാനായിട്ട് ഇടയാക്കിയ സംഭവം എന്ന അർത്ഥത്തിലാണ് കെന്തോ എന്ന വാക്ക് ആദ്യം ഉണ്ടായത്. ഞാനതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സൺഡേ സ്കൂളിൽ ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉയർപ്പെന്ന് പറയുക. പിന്നെ കുറച്ചുകൂടെ വിവരമുള്ള വിദ്യാർത്ഥികളാണെന്ന് അറിയാനായിട്ട് ബ്രാക്കറ്റിൽ എന്നാൽ ഇതിൻ്റെ റൂട്ട് വാക്ക് കോം എന്നാണ് അതിൻ്റെ അർത്ഥം, നേരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ
ആ നോക്കുന്ന ടീച്ചർ ചിലപ്പോൾ വെട്ടിക്കളയും, അല്ലെങ്കിൽ ബോധമുണ്ടെങ്കിൽ കൊച്ചിന് ഇത്രയും അറിയാമല്ലോ എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിന് വിടുകയാണ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, എന്തുകൊണ്ട് ഈ ഞായറാഴ്ചയെ പൊതു ഞായറാഴ്ച എന്ന് പറയുന്നു? ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച എന്നതുകൊണ്ടല്ല, മറിച്ച് പൂർണ്ണതയുണ്ടായിരുന്ന സൃഷ്ടിക്ക് മനുഷ്യൻ്റെ ആദ്യ ആദാമിൻ്റെ ലംഘനം കൊണ്ട് ആ നേരെ നിൽക്കുവാനുള്ള അവസ്ഥ മാറി അവൻ അടിമയായി തീരുകയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ശാബത് ദൈവത്തിൻ്റെ വിശ്രാമ വിശുദ്ധ ദിവസമല്ലാതെ ആയി. എന്നാൽ കെംദ എന്ന ദിനത്തിൽ സംഭവിച്ചതെന്താണ്? മരിച്ചു എന്ന് കരുതിയവൻ രണ്ടാം ആദാം അവൻ നേരോടെ നിന്നു. അതിലൂടെ പുതു സൃഷ്ടി അവനിൽ ഉളവായി. പൗലോസ് പറയുന്നു, മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിലൂടെ യഥാർത്ഥത്തിൽ അത് സൃഷ്ടിയുടെ മുഴുവൻ ഒരു വലിയ റിന്യൂവലായിരുന്നു, സൃഷ്ടിയുടെ മുഴുവൻ പുനരുദ്ധാനമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശാബതല്ല ഇനി വിശുദ്ധ ദിവസം. പിന്നെ എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റ ദിനമാണ്. അതുകൊണ്ട് അതുവരെ ഞായറാഴ്ചയ്ക്ക് പ്രാധാന്യമില്ലായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട്, അല്ലെങ്കിൽ അന്ന് തൊട്ട് ഇതെന്ത് ഞായറായി? ഇത് പൊതു ഞായറായി. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഞായറാഴ്ച കർഷാനുഭാഷയായിരുന്നു, പിന്നെ ഈസ്റ്റർ വന്നു, അടുത്തത് തുടങ്ങുന്നു എന്ന ലളിതമാർന്ന അർത്ഥത്തിലല്ല. അതിനൊരു തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് പൊതു ഞായറാഴ്ചയായിട്ട് മാറുന്നത് ഈ ഞായറാഴ്ചയിലൂടെയാണ്, ഈ കെംദായിലൂടെയാണ് സൃഷ്ടിയുടെ പുനർജീവനം നടക്കുന്നത്. സൃഷ്ടിയുടെ പുനർജീവനം നടന്നു കഴിഞ്ഞെങ്കിലേ യഥാർത്ഥത്തിൽ ദൈവത്തിന് വിശ്രമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് വിശുദ്ധ ദിവസമാണ്. ഞാനിന്ന് പറയാൻ ആഗ്രഹിച്ചത്, ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 8ാമത്തെ ദിവസമാണ്. നമുക്കറിയാം 8ാം ദിവസത്തിൻ്റെ പ്രാധാന്യവും നമുക്കറിയാം. കർത്താവ് ശിഷ്യന്മാർക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ്. ആദ്യം പ്രത്യക്ഷപ്പെട്ട നേരത്ത് തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ലെന്നും ശിഷ്യന്മാർ വന്നപ്പോൾ അവൻ വാശി പിടിച്ചു, എനിക്കവൻ്റെ മുറിവുകളിൽ വിരലിട്ട് നോക്കണം, വിലാപ്പുറത്ത് കൈവച്ച് നോക്കണം, അല്ലാതെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. പലരുമൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും വിശ്വാസരാഹിത്യമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞ വാക്കിനെ അതിൻ്റെ മുഖവിലക്കെടുത്ത് അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്നും തിരിച്ചറിയാൻ ശ്രദ്ധിക്കാതെ തോമാസ് ലീഹ അവിശ്വാസിയായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? യേശു ക്രിസ്തു തൻ്റെ ഗുരു ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയേണ്ടത് ഒരു സെക്കൻഡ് ഹാൻഡ് നോളജായിട്ടല്ല. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാനോ അത് അവൻ തന്നെയാണെന്ന് ബോധ്യമാകുവാനായിട്ടോ അവൻ്റെ അണിപ്പാടുകളിൽ വിരലുകൾ തൊടുവാനും അല്ലെങ്കിൽ അവൻ്റെ വിലാപ്പുറത്ത് കൈവച്ച് നോക്കുവാനും സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഭാരതത്തിൽ വന്ന് എന്ത് ധൈര്യത്തോടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പറയുന്നത്? വല്ലവരും ഒന്ന് ചോദിക്കുക, നീ ഈ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടോ എന്ന് പറഞ്ഞാൽ എന്തു പറയണം? ഞാൻ കണ്ടില്ല, എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് നോളജായി. പക്ഷേ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ധൈര്യമായിട്ട് പറഞ്ഞു കാണും, ഞാനവനെ കണ്ടു എന്ന് തന്നെയല്ല, അവൻ്റെ കൈകളും കാലുകളും ആണി കൊണ്ടടിച്ച ആ ആണിപ്പാടിൽ ഞാൻ എൻ്റെ വിരലിട്ടു, അവൻ്റെ വിലാപ്പുറത്തേറ്റ കുത്തേറ്റ സ്ഥലത്ത് ഞാൻ തൊട്ടു നോക്കി, അവൻ സാക്ഷാൽ ദൈവവും കർത്താവുമാണ് എന്ന് പറയുവാനുള്ള ആത്മധൈര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിലൂടെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് തോമാസ് ലീഹായുടെ അവിശ്വാസത്തിൻ്റെ ഒരു കഥയായിട്ട് വ്യാഖ്യാനിക്കുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. വ്യാഖ്യാനിക്കാറുമില്ല. കർത്താവ് പറഞ്ഞു അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നതിന് വേറെ ചില അർത്ഥതലങ്ങളുണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. എന്നാൽ
ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചുള്ള തൻ്റെ അറിവ് മറ്റൊരാളിൽ നിന്നാകരുത്, അവൻ്റെ ഗുരുവിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതായത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ആ മഹാസത്യം, അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തി, പവർ ഓഫ് റിസറക്ഷൻ, അതെങ്ങനെയാണ് തോമസ് ലീഹ അറിയുന്നത്? കർത്താവിൻ്റെ മുറിവുകളെ തൊട്ടു നോക്കിയപ്പോൾ. അതിനെ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. നിങ്ങൾക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയണമോ? കേട്ടറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളെ, നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ നിരാശാജനകമായ സന്ദർഭങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് കർത്താവിനോടുകൂടെ തൊട്ടു നോക്കാൻ സാധിക്കും? നമുക്കതിനെ അറിയാമല്ലോ. ചിലർക്കൊക്കെ ചില വളരെ ഗുരുതരമായ അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴമൊക്കെ മനസ്സിലാക്കുന്നതും ദൈവത്തിൻ്റെ കരുണയെ അവർ ഉദ്ഘോഷിക്കുന്നതും. അങ്ങനെയാണ് ദൈവം ചില നേരത്ത് അവൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മെ അറിയിക്കാനായിട്ട് ചില മുറിവുകൾ നമുക്ക് നൽകും. ആ മുറിവുകളിൽ നമ്മൾ നിരാശരാകുകയല്ല വേണ്ടത്. ആ മുറിവുകളിലൂടെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, പവർ ഓഫ് റിസറക്ഷൻ, അത് റിയലൈസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ജീവിതം അതുതന്നെയാണ്. അത് മാർത്തോമാ ശ്ലീഹായുടെ ആണെങ്കിലും, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന പരിശുദ്ധ പാമ്പാട് തിരുമേനിയുടേത് ആണെങ്കിലും, അവരുടെ എല്ലാം പരമത്തിനുടേതാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയേറെ വേദനാജനകമായ ദുഃഖപൂർണമായ അനുഭവങ്ങളുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അറിയാനായിരുന്നു. അവരറിഞ്ഞതുകൊണ്ടാണ് പുതു സൃഷ്ടികളായിട്ട് ഇന്നും ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. 3 ചെറിയ ചിന്തകളാണ് പങ്കുവച്ചത്. പുതു ഞായറാഴ്ച എന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. 2, മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ. 3, മുറിവുകളെ തൊട്ട്, ജീവിതത്തിൻ്റെ മുറിവുകളെ തൊട്ട് പുനരുദ്ധാനത്തിൻ്റെ ശക്തി തിരിച്ചറിയുക. സർവശക്തൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.